അടിച്ചു. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ പോയുള്ള മുഴുവൻ മീൻ നമ്മൾ പിടിച്ചു. നമ്മൾ വല്യാട്ടിൽ അവാദ് സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. കാട്ടിക്കാണി ഞങ്ങള് മറ്റേ ഞങ്ങളെ കോങ്കയം പോയില്ലേ തീറ്റ തരിങ്ങള് മൈദപ്പൊടി നിങ്ങളെ ചൂണ്ടല് ബർക്കത്തുള്ള ഈ 1 കിലോ മൈദ വാങ്ങിട്ട് നമ്മളത്തെ കാട്ടാ പൊറാട്ടടാ. മീനൊക്കെ പായൊക്കെ കൊടുക്കോ? ഇത് ഏത് മീൻ പിടുത്താ? മീനിനുള്ള തീറ്റ അല്ലല്ലോ, ആനക്കുള്ള തീറ്റ. ബിസ്ക്കറ്റ്, മൈദപ്പൊടി. ഞാൻ കോങ്കയം ഭാഗത്തേക്ക് ഒരു മനുഷ്യന് മീനെ പിടിച്ചാൻ വരണ്ട, എല്ലാത്തിനും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് ഗൈസ്. ഈ സ്ഥലം ആർക്കും കാണാൻ പറ്റില്ല, ഇത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇത് നമ്മൾ കുട്ടിക്കാലത്ത് നിന്ന് തിന്നാറ്റില്ലേ മീൻ കൊടുക്കണം. അത്ര ചാതുണ്ടെങ്കിൽ ആയുധപ്പെട്ടി കഴിക്കാൻ തോന്നുക. ഇതാണ് 16 കുളത്തുള്ള സ്പൈഡർ ഹുക്ക്. ഈ കടലപ്പുണ്ണാക്കൊണ്ട് ഇങ്ങനെ ഉണ്ടുണ്ടാക്കും, അരുണ്ടുണ്ടാക്കണ മാതിരി. കണ്ട അരുണ്ടന്റെ മാതിരി ഉണ്ടല്ലേ? പിടിച്ചാ ഇതിന്റെ മണം കൊണ്ട മീൻ കുഞ്ഞുങ്ങൾ ഓടി ഓടി വരും. കുരുങ്ങു മീന് പെരക്കാരോടൊന്നും മീൻ വാങ്ങണ്ടെന്ന് പറഞ്ഞേക്കണു. വീണ്ടും അടിച്ചു ഗൈസ്. ഇതാണ് ഞാൻ വരാത്തത്. ഞാൻ എത്ര വന്നിട്ട് ആകെ 1/4 മണിക്കൂറായിട്ടുള്ളൂ. അടിച്ചേനെ മീന്. അങ്ങനെ ഗൈസ് ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. മീനൊക്കെ കന്തം വെച്ചോക്കണോ? മൈദപ്പടിമലൊന്നും കിട്ടൂല, പോയാരെന്നെ ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. മിസ്സായി ഗൈസ്. ആ മണ്ണിന്റെ മണമുള്ള മണ്ണീരനെ ഞങ്ങൾ തേടി കോർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ പള്ളത്തിന് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതെന്താ വെറൈറ്റി സാധനമാണല്ലോ, പല്ല് ഷാർപ്പാട്ടോ. അതെ, കോങ്കയം ഭാഗത്തേക്ക് ഞാൻ ആരും വരണ്ട മീൻ പിടിച്ചെടുക്കാം, ഒക്കെ നമ്മൾ പിടിച്ചോണം. പിന്നെ ആശാനും കൂടി ഞങ്ങൾ ടൂൾസൊക്കെ എടുത്തുകാണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ആകെ ഇവിടെ ഒരു 10 മിനിറ്റ്, കുറച്ച് കൂട്ടി പറയല്ലേ, ഒരു 20 മിനിറ്റ് ഞങ്ങൾ ചൂണ്ടലിട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയ മുതൽ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. എല്ലാം അങ്ങനെ നമുക്ക് കിട്ടിയ മീനുകളാണ്. ജമണ്ട്, അതിൻ്റെ മുള്ളുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനത്തെ ഓരോ വീഡിയോ നമ്മളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് കൂടിക്കോളി. അപ്പോൾ തത്സമയം ചേരുന്നു കോങ്കയം പോയിൽ നിന്നും ഞാൻ എൻ്റെ ആശാനോടൊപ്പം. ബൈ ബൈ.